കാക്കനാടൻ്റെ പറങ്കിമല എന്ന നോവൽ ഭരതൻ ചലച്ചിത്രമാക്കിയപ്പോൾ അത് പുതിയൊരു അനുഭവമായി മാറി. പറങ്കിമല എന്ന നോവൽ രതി വർണ്ണനകൾ കൊണ്ട് സമൃദ്ധമാണ്. അത് സിനിമയാക്കിയപ്പോഴും രതിയുടെ വഴിത്താരകൾ ഭരതൻ ഒരുക്കി വെച്ചു ചിത്രത്തിൽ. ആ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ട് നടിമാർ തമ്മിൽ മത്സരിച്ച് നഗ്നതാ പ്രദർശനം നടത്തിയതാണ്. നായികയായ നടി സൂര്യയും ഉപനായികയായി എത്തിയ റാണി പത്മിനിയും മത്സരിച്ചാണ് പറങ്കിമലയിൽ നഗ്നതാ പ്രദർശനം നടത്തിയത്. ചിത്രം വലിയ ഹിറ്റായിരുന്നു. ഭരതൻ്റെ ടച്ചുള്ള ചിത്രം. ഇതിലൂടെ സൂര്യയും റാണി പത്മിനിയും മലയാള സിനിമയിൽ മുൻനിര താരങ്ങളായി മാറി. സൂര്യ പിന്നീട് പല ചിത്രങ്ങളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. റാണി പത്മിനിയും വളരെ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്യുകയും അകാലത്തിൽ വിട പറയുകയും ചെയ്തു. റാണി പത്മിനിയെയും അമ്മ ഇന്ദിരയെയും അവരുടെ ജോലിക്കാർ തന്നെ കുത്തിക്കൊല്ലുകയായിരുന്നു. മാനഭംഗപ്പെടുത്തിയ ശേഷം കുത്തിക്കൊല്ലുന്ന ഒരു ഭീകരമായ ഒരവസ്ഥ റാണി പത്മിനിക്ക് ഉണ്ടായി. വല്ലാത്തൊരു വിധിയായിരുന്നു റാണി പത്മിനിയുടേത്. റാണി പത്മിനിയും സൂര്യയും മത്സരിച്ച് ഉടുതുണി അഴിച്ചപ്പോൾ പറങ്കിമല എന്ന ചിത്രം കാണാൻ യുവാക്കൾ ഇടിച്ചു കയറി. ആ ചിത്രം അന്നത്തെ കാലത്ത് ആ ചിത്രം വളരെ പുതുമയുള്ള ഒരു ചിത്രമായിരുന്നു. കാക്കനാടൻ്റെ നോവലിൽ നിന്നും സിനിമാറ്റിക്കായ ഭാഗങ്ങൾ എടുത്തുകൊണ്ടാണ് ഭരതൻ പറങ്കിമല സംവിധാനം ചെയ്തത്. പറങ്കിമല ഭരതൻ്റെ കരിയറിലെ അവിസ്മരണീയമായ ചിത്രമായി മാറി. പക്ഷേ പറങ്കിമലയ്ക്ക് വേണ്ട രീതിയിലുള്ള അംഗീകാരങ്ങൾ ലഭിച്ചില്ല എന്നത് ശ്രദ്ധേയം. പറങ്കിമലയ്ക്ക് വലിയ അവാർഡുകളൊന്നും ലഭിച്ചില്ല. അങ്ങനെ പറങ്കിമല ഭരതൻ്റെ കരിയറിലെ മികച്ച ചിത്രമാണെങ്കിലും അവാർഡ് കമ്മിറ്റി ആ ചിത്രത്തെ കണ്ടില്ലെന്ന് നടിച്ചു. അതിന് കാരണം ആ ചിത്രത്തിലെ അതിരുകടന്ന രതിരംഗങ്ങളാണ്. അതിരുകടന്ന രതിരംഗങ്ങൾ തന്നെ എന്ന് പറയാം. അത്രയേറെ ആ ചിത്രത്തിൽ രതിരംഗങ്ങൾ ഉണ്ടായിരുന്നു. റാണി പത്മിനിയും സൂര്യയും മത്സരിച്ച് രതിരംഗങ്ങളിൽ അഭിനയിച്ചപ്പോൾ പ്രേക്ഷകർക്ക് അത് കോരിത്തരിപ്പിൻ്റെ നിമിഷങ്ങളായി മാറി. പറങ്കിമല പിന്നീട് പലപ്പോഴും തിയേറ്ററുകളിൽ വന്നിട്ടുണ്ട്. ഉച്ചപ്പടമായി, അതായത് നൂൺ ഷോയ്ക്ക് പണ്ടുകാലത്ത് ഈ നൂൺ ഷോ ആയി പറങ്കിമല പല തിയേറ്ററുകളിലും വന്നിരുന്നു. തിരുവനന്തപുരത്തെ പല തിയേറ്ററുകളിലും പറങ്കിമല നൂൺ ഷോ ആയി വരികയും ജനങ്ങൾ അത് കാണാൻ ഇടിച്ചു കയറുകയും ചെയ്തു. അങ്ങനെ നിർമ്മാതാവിന് എന്നും ഒരു ലാഭമുണ്ടാക്കിയ ഒരു ചിത്രമായിരുന്നു പറങ്കിമല. സൂര്യ തമിഴ്നാട്ടിലാണ്. അവർ സിനിമാഭിനയമൊക്കെ മാറ്റി, സിനിമാഭിനയമൊക്കെ ഉപേക്ഷിച്ചു. റാണി പത്മിനി മരണമടഞ്ഞു, കൊല്ലപ്പെട്ടു. എന്തായാലും സൂര്യയും റാണി പത്മിനിയും മത്സരിച്ച് ഉടുതുണിയുരിഞ്ഞ പറങ്കിമല എന്ന ചിത്രം മലയാള സിനിമയിലെ ഒരു ക്ലാസിക് ചിത്രം തന്നെയായിരുന്നു എന്ന് നിസ്സംശയം പറയാം.